രക്ഷകനേ നിന്റെ പക്ഷമായി ഞാൻ ഈക്ഷിതിയിൽ നിശ്ചയമായി നിശ്ചയമായി നിൽക്കുമെന്നായുസിൻ നാളുകളെല്ലാം നിൽക്കുമെന്നായുസിൻ നാളുകളെല്ലാം. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടൻ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം പരിശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. സുവിശേഷ ഘോഷണത്തിൽ മുന്നേറുന്ന പൗലോസിന്റെ സുവിശേഷ ഘോഷണത്തിലുള്ള വിജയത്തിന്റെ കാരണം തനിക്ക് ആത്മാക്കളെ നേടുവാനും സഭകൾ സ്ഥാപിക്കുവാനും കഴിഞ്ഞതിന്റെ കാരണം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒന്നാമത് പൗലോസിനെ മാത്രമല്ല, പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്ന തിമോത്തിയോസ്, ശീലാസ്, ഇവർ സുവിശേഷ ഘോഷണത്തിൽ മുന്നേറി. നമുക്കറിയാം, അനവധി പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നു, അനേക കഷ്ടതയിൽ കൂടി കടന്നുപോയി, അനേക ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങളെല്ലാം അവരനുഭവിച്ചു. എന്നാൽ അതിന്റെ മധ്യത്തിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ശുശ്രൂഷ നിറവേറ്റുവാൻ ഇടയായി. അതിന്റെ കാരണം ഇവിടെ വ്യക്തമാകുന്നു. ഒന്നാമത്തെ കാരണം പൗലോസ് പറയുന്നത്, ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ. സുവിശേഷം ദൈവം ഫലമേൽപ്പിക്കുന്നത് ആരെയാണ്? എല്ലാവർക്കും സുവിശേഷ ഘോഷണം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഘോഷണം വിജയകരമായി നിവർത്തിക്കുവാൻ നമ്മൾ ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതാണ് പൗലോസ് പറയുന്നത്. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ. മനുഷ്യർക്ക് കൊള്ളാവുന്നവരായി തെളിഞ്ഞതവരോ, മനുഷ്യരുടെ മുമ്പാകെ നല്ലവരും തോന്നുന്നവരെ അല്ല ദൈവം സുവിശേഷ ഘോഷണം ഏൽപ്പിക്കുന്നത്. ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ. ഇവിടെ ഇതാ ഒരു പരിശോധനയിലൂടെ തെളിയുക. ദൈവം പരിശോധിക്കുന്നു. നാം വായിക്കുന്നുണ്ട്, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും ശോധന ചെയ്യുന്നു. ദൈവം പൗലോസിനെയും തന്റെ സഹപ്രവർത്തകരെയും പരിശോധിച്ചപ്പോൾ ഒരു നാണയം, അത് നല്ല നാണയമാണോ കള്ള നാണയമാണോ എന്ന് പരിശോധിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നമുക്കറിയാം, സ്വർണം പോലെയുള്ളതായ ലോഹങ്ങൾ, അത് ശരിയായിട്ടുള്ള ലോഹങ്ങളാണോ എന്ന് പരിശോധനയിലൂടെയാണ് തെളിയുന്നത്. സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ. ദൈവം പരിശോധിച്ചപ്പോൾ അവർ സുവിശേഷം ഫലമേൽപ്പിക്കുവാൻ കൊള്ളാവുന്നവരാണ് തെളിഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നോക്കുമ്പോൾ നാം കൊള്ളാവുന്നവരാണ് തെളിഞ്ഞാൽ ദൈവം നമ്മെ ഈ ശുശ്രൂഷ ഫലകരമായിട്ട് നിവർത്തിപ്പാൻ ഉപയോഗിക്കും. പൗലോസും കൂടെയുള്ളവരും ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിയാൻ എന്താ ചെയ്ത്? 3-ാം വാക്യത്തിൽ അത് പൗലോസ് പറയുന്നുണ്ട്. അവരുടെ മനോഭാവം, അവരുടെ വിശുദ്ധമായ ജീവിതം, അവരുടെ ശരിയായിട്ടുള്ള കാഴ്ചപ്പാട്, അശുദ്ധി, അബദ്ധം, വ്യാജം ഒന്നുമില്ലാതെ ഏറ്റവും വിശുദ്ധമായിരിക്കുന്ന ഒരു ജീവിതം. ആ ജീവിതത്തെയാണ് സുവിശേഷം പരമേൽപ്പിക്കുവാൻ ഇടയായത്. ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞവരെയാണ് ദൈവം ഒരു ശുശ്രൂഷ ഫലമേൽപ്പിക്കുന്നത്. പൗലോസ് തിമോത്തിയോസിന് പറയുന്നുണ്ടല്ലോ, വചനം ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. ദൈവം
അന്വേഷിക്കുന്നത് ഗ്രഹവിചാരകന്മാർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. മിടുക്കന്മാരെ അല്ല, വിശ്വസ്തന്മാരെയാണ് ദൈവം കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലയിൽ അവിശ്വസ്തതകൾ വന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കുവാനും അത് പരിഹരിക്കുവാനും ഇടയാകണം. പൗലോസ് പറയുന്ന അടുത്ത കാര്യം, ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പൗലോസ് ഫിലിപ്പ് ലേഖനത്തിലും അതുപോലെ എഫേസ്യ ലേഖനത്തിലും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൃഷ്ടി സേവകളല്ല പൗലോസ് ദാസന്മാരോട് പറയുന്നത്. നാം ഈ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അതിന്റെ 6-ാം അധ്യായത്തിൽ ദാസന്മാര് യജമാനന്മാരുടെ ബന്ധത്തിൽ ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ, ഭയത്തോടെ, വിറയലോടുകൂടെ ക്രിസ്തുവിനെന്ന പോലെ അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പീൻ. അപ്പോൾ കർത്താവിന്റെ ദാസന്മാർ, ദൈവ ശുശ്രൂഷയിലായിരിക്കും നാം എല്ലാവരും, എല്ലാ ദൈവമക്കൾക്കും ദൈവ ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. അവര് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെ ചെയ്താൽ ഹൃദയങ്ങളെ പരിശോധിക്കും ദൈവം അത് പ്രസാദിക്കത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം മനസ്സോടെ ചെയ്ത് ജീവിക്കുവാനിടയായാൽ ആ ശുശ്രൂഷയെ ദൈവം മാനിക്കും എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടത്രേ സംസാരിക്കുന്നു. പൗലോസ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് മനുഷ്യരെന്ത് പറയും എന്നല്ല, മനുഷ്യരുടെ ചിന്താഗതി എന്തായിരുന്നു എന്നുമല്ല, ഹൃദയം ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് പൗലോസ് എപ്പോഴും ചിന്തിച്ച കാര്യമാണ്. ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ, രാത്രിയിൽ നീ എൻ്റെ അടുക്കൽ വന്നു, എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചു, എന്നിൽ ദുരുദ്ദേശമൊന്നും കണ്ടില്ല എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. 139-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പിന്നെയും പറയുന്നുണ്ട്, വസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. ഹൃദയത്തെ നിർമ്മലതയോടെ കാത്തുസൂക്ഷിപ്പാൻ, ഹൃദയത്തിൽ ദുരുദ്ദേശമൊന്നും ഇല്ലാതിരിക്കുവാൻ, ഹൃദയത്തിൽ ദൈവത്തെ പ്രസാദിക്കണം എന്നുള്ള ഏകചിന്ത മാത്രമായിരുന്നു ഭരിച്ചിരിക്കുന്നെങ്കിൽ ആ ഹൃദയത്തെ ദൈവം കാണുകയും ആ ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുകയും ആ വ്യക്തിയെ തന്റെ സുവിശേഷം പരിമേൽപ്പിക്കുവാൻ ദൈവം ഇടയാകുകയും ചെയ്യും. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അനേകർ തങ്ങളിൽ വിശ്വസിച്ചെങ്കിലും കർത്താവ് അവരുടെ ഹൃദയങ്ങളെ അറിയുന്നതുകൊണ്ട് അവരുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യമല്ലായ്മ മനസ്സിലാക്കിയ കർത്താവ് തന്നെ അവരുടെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സുവിശേഷം ഫലമേൽപ്പിക്കുന്നെങ്കിൽ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മുമ്പാകെ ഹൃദയം ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടും ദൈവത്തോടുള്ള ഭക്തി കൊണ്ടും ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ടും നിറഞ്ഞു വരുവാൻ ഇടയാകണം. പൗലോസിന് ഇങ്ങനെയുള്ളതായ ഒരു കാഴ്ചപ്പാട് ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസ് അത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ മരിച്ചാലും ജീവിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അതിന്റെ കാരണം പറയുന്നുണ്ട്, നാം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതാകലും തീയതാകലും അത് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള 2 കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെ മാനിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. നല്ലവനും വിശ്വസ്തരുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്നുള്ളതായ സ്വർഗീയമായ വിളി കേൾക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. ആ ചിന്തയോടുകൂടി പൗലോസ് ശുശ്രൂഷിച്ചതുകൊണ്ട് തന്റെ ഹൃദയം എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഹൃദയമായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളെ സുവിശേഷം പരമേൽപ്പിക്കത്തക്കോണം നാം ദൈവത്തിൽ കൊള്ളാവുന്നവരായിട്ടാണോ ജീവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കും ദൈവം. നമ്മിൽ നോക്കുമ്പോൾ അവിടുത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? പരിശോധിക്കുവാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതവും ശുശ്രൂഷയും നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.